പ്രിയപ്പെട്ടവരെ, മരിച്ചു എന്ന് കരുതി ഒരു ഉസ്താദിനെ നാട്ടുകാരൊക്കെ കൂടെ കബറടക്കി. കബറിൽ കിടക്കുന്ന ഉസ്താദ് കബറിൽ കിടന്നുകൊണ്ടൊരു നേർച്ച നിയ്യത്താക്കുകയാണ്. ആ നേർച്ച നിയ്യത്താക്കുന്നു. എന്താ ലക്ഷ്യം? അള്ളാഹുവെ കബറിൽ നിന്ന് എന്നെ ഒഴിവാക്കണം, ഒഴിവാക്കിയാൽ ഞാൻ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ഖിദ്മത്ത്, ഒരു സേവനം അത് ഞാൻ ചെയ്തോളാം. ഈ നേർച്ചയാക്കേണ്ട താമസം അന്ന് കബറടക്കം ചെയ്ത അന്നത്തെ ദിവസം തന്നെ ആ ഉസ്താദിനെ കബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. കബറിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേർച്ച അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കബറിൽ ജീവനോടെ പെട്ടുപോയ ഉസ്താദ് ആരാണ്? പിന്നീട് കബറിൽ നിന്ന് പുറത്തു വന്നിട്ട് എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിച്ചത്? എങ്ങനെയാണ് കബറിൽ നിന്ന് പുറത്തു വന്നത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം അദ്ദേഹം ഖുർആന് വേണ്ടി ചെയ്ത ഖിദ്മത്ത് എന്താണ്? ഇത്ര വലിയ ഒരു രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ഖിദ്മത്ത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ദുആയിൽ ഓർക്കണം, ചേർക്കണമെന്ന് പറഞ്ഞവർ അല്ലാഹു ഖൈറു നൽകട്ടെ. അല്ലാഹു പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, കമൻറ്റിൽ വന്നിട്ട് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആനന്ദവും ആവേശവുമാണ്. നമുക്കൊരു പ്രയാസം, ഒരു വിഷമമുണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് റിലീസാകാനും സലാമത്ത് കിട്ടാനും നമ്മളെന്താ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ ഭയങ്കര ഇജാബത്തുണ്ടാവും, അതിൽ പ്രത്യേക ഒരു ഖൈറും ബർക്കത്തും ഉണ്ടാവും. പ്രത്യേകിച്ച് ഖുർആൻ ഓതാനുള്ള, ഖുർആനുമായി ബന്ധപ്പെട്ട ഏത് ശുഗലും നമ്മൾ ചെയ്യാൻ വേണ്ടി നിയ്യത്ത് വെച്ചാൽ അതിൽ പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ സഹായം ഉറപ്പായിട്ടുണ്ടാവും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. ആരാ? ഒരു വലിയ പണ്ഡിതനായൊരു ഉസ്താദ്, ഒരു ആലിം. അദ്ദേഹം ബോധക്ഷയം സംഭവിച്ചു. നോക്കിയാൽ വന്ന് കാണുന്ന ആളുകളൊക്കെ മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന തരത്തിൽ, അതായത് ഫുൾ നിശ്ചലമായി കിടക്കുന്ന ഒരു മയ്യിത്തായ ബോഡി പോലെയായി. പലപ്പോഴും അങ്ങനെയുള്ള ഒരു തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകൾ, മരിച്ചു എന്ന് പലരും വിധി എഴുതി പിന്നെ തിരുത്തേണ്ടി വന്ന സാഹചര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിട്ട് എന്നോട് തന്നെ ഒരു മുഅദ്ദിനായ ഉസ്താദ് ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരാൾ, ഒരു പുരുഷനാണ്. അയാൾ മരിച്ചു, അതായത് മരിച്ചു എന്നുള്ള വിധി കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. മരിച്ചു. പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞു. അതാണ് ഇദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞ അനുഭവം പറയാം. പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ഇന്ന സമയത്ത് കബറടക്കം ഉണ്ടാകുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കിടത്തി കുളിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നു കാലിങ്ങനെ അനങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അയാൾ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തോ അനുഭവം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഇപ്പോഴും കുഴപ്പമില്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞു കബറടക്കം എത്ര സമയത്താണെന്ന് ആലോചിച്ച് നോക്കി, അവരവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ആളുകളുടെ സംസാരത്തിൽ വരുന്ന അവസ്ഥകളൊക്കെ ഭയങ്കരമായ ഒരു പൊല്ലാപ്പായിപ്പോയി എന്ന് പറയുന്നത് പോലെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഈ പാമ്പുകടി വിഷം തീണ്ടിയിട്ടൊക്കെ മരിക്കുന്ന ആളുകൾ, അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ പരിശോധനയൊക്കെ നടത്തണം. കാരണം ഒട്ടനവധി ആളുകൾ മരിച്ചു എന്ന് കരുതി കബറടക്കം ചെയ്തു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു വിഷയമാണ് ഇത്തരം അവസ്ഥകൾ. ഒന്നും അറിയാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഇത്തരം ഇപ്പോൾ ആധുനിക ലോകത്ത് നമ്മുടെ സൗകര്യങ്ങളും എമ്പാടും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് കൂട്ടാം. ഏതായിരുന്നാലും അത്തരം പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു കാലത്ത് ഒരു സംഭവം, ഈ ഉസ്താദ് മരിച്ചു എന്നുള്ള എല്ലാവരും വിധി എഴുതി കൃത്യമായിട്ട് മനസ്സിലായി, ബോധ്യപ്പെട്ടു മരിച്ചതായിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ചിട്ടില്ല, ബോധക്ഷയമായിട്ട് കിടക്കുകയാണ്, നിശ്ചലമായിട്ട് മയ്യത്ത് പോലെയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ ആളുകൾ കൊണ്ടുപോയിട്ട് കബറടക്കി. ഉസ്താദിനെ കബറടക്കി. ഇതെല്ലാം കബറടക്കി ഈ ഉസ്താദിന് ബോധ്യപ്പെട്ടല്ലോ ഈ ഒരു അവസ്ഥ. പടച്ചോനെ, ഞാൻ മരിച്ചു എന്ന് കരുതി ആളുകൾ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ധരിച്ചതങ്ങനെയാണ്, അറിഞ്ഞുകൊണ്ടല്ല, എന്നെ കബറടക്കി. ഇനി എനിക്ക് ഈ കബറിൽ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് അല്ലാഹുവേ, അദ്ദേഹം ഒരു നേർച്ചയുടെ വാക്കാ പറയുന്നത്. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇൻ സല്ലംതനി ലഉഫസ്സിറനൽ ഖുർആൻ. അല്ലാഹുവേ, നീ എന്നെ ഈ ഖബറിൽ നിന്നും, ഇപ്പോൾ മരിക്കാതെ കബറടക്കം ചെയ്യപ്പെട്ട എന്നെ ഈ ഖബറിൽ നിന്ന് റിലീസാക്കിയ, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ ലഉഫസ്സിറനൽ ഖുർആൻ, ഞാൻ ഖുർആനിന് തഫ്സീർ എഴുതാൻ തയ്യാറാണ്. വലിയ പണ്ഡിതനായ മനുഷ്യൻ, നിസ്സാരക്കാരനല്ല. അപ്പോൾ ഖുർആന് വ്യാഖ്യാനം എഴുതാൻ ഞാൻ തയ്യാറാണ്
ഞാൻ തീരുമാനിച്ചു, ഞാൻ അങ്ങനെ നേർച്ചയാക്കി നെദർ ചെയ്തു എന്ന് പറഞ്ഞ് ഖബറിനകത്ത് വെച്ച് ആരും സഹായിക്കാനും കേൾക്കാനും ഇല്ലാത്ത 6 അടി മണ്ണിൽ ഈ ജീവിച്ചിരിക്കുന്ന മയ്യത്തായ ഈ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മയ്യത്താണെന്ന് ആളുകൾ കരുതി, ആളുകൾ ജീവിച്ചിരിക്കുകയാണ്, അങ്ങനെ നേർച്ചയാക്കിയെന്നാണ്. അങ്ങനെ നേർച്ചയാക്കി. അന്ന് ആ ഒരു സീസണിൽ നടന്നുകൊണ്ടിരുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ആരെ ഖബറടക്കിയാലും ആ രാത്രി തന്നെ ഖബർ തുറന്നിട്ട് കഫൻ തുണി മോഷ്ടിച്ചെടുക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഈ ഖബർ അടക്കം ചെയ്യപ്പെട്ട ഖബറിൻ്റെ അടുത്തേക്ക് ഈ കഫൻ തുണി മോഷ്ടിക്കാനായിട്ട് ഈ കള്ളം വന്നു എന്നാണ്. അങ്ങനെ ഖബർ തുറന്നു. ഈ മനുഷ്യൻ്റെ ഖബർ തുറന്ന് മൂടുകല്ല് മാറ്റി അതിലേക്ക് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതുവരെ കാണാത്ത, ഇതുവരെ എക്സ്പീരിയൻസിൽ ഇല്ലാത്തൊരു അനുഭവം ആ കള്ളനുണ്ടായി. എന്താ? ഖബറാളിയായ മനുഷ്യൻ, ഈ ഉസ്താദ് ഇങ്ങനെ ഈ പണ്ഡിതൻ എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരിച്ചയാളല്ല, മരിച്ചു എന്ന് കരുതി ബോധരഹിതനായി കിടന്നതാണ്. മരിച്ചു എന്നുള്ള അടയാളം കണ്ടിട്ട് പിന്നെ വീട്ടുകാർ എന്നെ ഖബറടക്കം ചെയ്തതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ ഏതായിരുന്നാലും, നിൻ്റെ ഉദ്ദേശം ഏതായിരുന്നാലും നടക്കട്ടെ. നീ എൻ്റെ വീട്ടിൽ പോയിട്ട് വിവരം അറിയിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഫഅഖ്ബിർഹും ബി ഹയാത്തി, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ സംഭവിച്ചതാണ്, പ്രശ്നം ഇതാണ് എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിൽ പോയി ന്യൂസ് പറയാൻ പറഞ്ഞു. എൻ്റെ ഖമീസിൻ്റെ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വസ്ത്രം കൊണ്ടുവന്നാൽ എൻ്റെ കഫൻ തുണി നീ വിചാരിച്ച പോലെ നിനക്ക് ഫ്രീ ആയിട്ട് തന്നേക്കാം, അതിനുവേണ്ടിയാണല്ലോ നീ ഖബർ തുറന്നത്, വലിയ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വീട്ടിൽ പോയി വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് കുടുംബക്കാർക്ക്, വീട്ടുകാർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ റാഹത്തായി അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ നേർച്ച അദ്ദേഹം വീട്ടി എന്ന് പറയുന്നത് എന്താ നേർച്ച? അല്ലാഹുമ്മ ഇൻ സല്ലംതനി, അല്ലാഹുവേ നീ എന്നെ ഖബറിൽ നിന്ന് സലാമത്താക്കിയാൽ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ, എന്നെ സലാമത്താക്കിയാൽ ല ഉഫസ്സിറന്നൽ ഖുർആൻ ഞാൻ തഫ്സീർ എഴുതാമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പിന്നെ ഖബറിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എഴുതിയ തഫ്സീറിൻ്റെ പേരാണ് തഫ്സീറുൽ ബൈളാവി എന്ന് പറയും. എല്ലാ ഉസ്താദുമാർക്കും, പ്രത്യേകിച്ച് ഈ കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്, സനത് ഡിഗ്രി വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ, കോളേജിൽ പോകുന്നതിന് തൊട്ട് മുമ്പായി കോളേജിൽ ചെന്നിട്ടൊക്കെ അത്യാവശ്യം പഠിക്കുന്ന, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പാരായണം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരുന്ന ഒരു കിതാബാണ് തഫ്സീറുൽ ബൈളാവി. ഇമാം ബൈളാവി തങ്ങളുടെ ആ തഫ്സീറാണ് മഹാനവറുകളായ ഇമാം. ആ ഉസ്താദ് ആരാണ്? ഈ തഫ്സീറിൻ്റെ മുസന്നിഫാണ് ബൈളാവി റളിയല്ലാഹു, തഫ്സീറുൽ ബൈളാവിയുടെ മുസന്നിഫാണ്. അദ്ദേഹമാണ് ഇങ്ങനെ നേർച്ചയാക്കുന്നത്. എന്താ നേർച്ച? ഖബറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയാൽ അല്ലാഹുവേ ഞാൻ ഖുർആൻ തഫ്സീർ ചെയ്യാം, വ്യാഖ്യാനം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന. അപ്പോൾ ഇന്നും ലോകത്തറിയപ്പെട്ട ആലിമീങ്ങൾക്കിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ തഫ്സീറാണ് തഫ്സീർ ബൈളാവി. അപ്പോൾ അതിൻ്റെ ഒരു തസ്നീഫാത്തിൻ്റെ ആ ഒരു തസ്നീഫ് ചെയ്ത ഗ്രന്ഥം രൂപീകരിച്ചതിൻ്റെ അത്ഭുത ചരിത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഏതായിരുന്നാലും എന്താ ഈ ചരിത്രത്തിലൂടെ നമുക്കുള്ള പാഠം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ കലാം, അള്ളാൻ്റെ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഏത് ഖിദ്മത്തും ഒരാൾ ഏറ്റെടുത്താൽ അൽഹംദുലില്ലാഹ്, അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം അവൻ്റെ കൂടെ ഉണ്ടാകും, അള്ളാഹിൻ്റെ സലാമത്ത് കൂടെ ഉണ്ടാകും. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി ഒരാൾ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വിഷമം മാറാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി ഒരു ഖത്മുൽ ഖുർആൻ നേർച്ചയാക്കി സ്വന്തം അറിയാമെങ്കിൽ അങ്ങനെ ഓതാം. അല്ലെങ്കിൽ അറിയാവുന്ന ആളെ, അതായത് കേവലം ഇതിൻ്റെ കൂലി കിട്ടുമല്ലോ എന്നുള്ള കേവലം കൂലി മോഹിച്ച് മാത്രമല്ല, ഏൽപ്പിച്ചതിൻ്റെ നിയ്യത്ത് കൃത്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഖുർആനാണെന്നുള്ള ബഹുമാനത്തിൽ ഓതി തീർക്കാൻ വേണ്ടി ഓതുന്നതല്ല, ഓതി തീർക്കാൻ പറ്റുന്ന നല്ല സ്വാലിഹീങ്ങളെ കൊണ്ട്, നമുക്ക് പരിചയമുള്ള അല്ലാത്ത അവരെ കണ്ട് ഏൽപ്പിക്കാവുന്നതാണ്. നമുക്ക് കഴിയുമെങ്കിൽ ഏറ്റവും നല്ല നമ്മൾ തന്നെയാണ്, എഫക്റ്റീവോടുകൂടെ ഓതാൻ പറ്റി നമ്മൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട എന്ത് ശുഗലുകളും എന്ത് ഖിദ്മാത്തുകളും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നേർച്ചയാക്കിയാലൊക്കെ വല്ലാത്ത ഫദ്ലും വല്ലാത്ത ബറക്കത്തും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി നിലനിൽക്കും എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ചരിത്രത്തിലൂടെ വായിച്ചെടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ഖിദ്മത്ത്, ഒരു സേവനം നമ്മുടെ ജീവിതത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഏതെങ്കിലും ഒരു നിലക്ക് ഖുർആനിൻ്റെ ഖിദ്മത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ചുരുങ്ങിയത് നമ്മൾ ആ പരിശുദ്ധമായ ഖുർആൻ എഴുതപ്പെട്ട മുസ്ഹഫ്, അതിനെ ആദരിക്കുന്ന ബഹുമാനം, ഒന്നും ഓതാൻ അറിഞ്ഞൂടാ, പക്ഷേ മുസ്ഹഫിനെ ആദരിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന, ബഹുമാനിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ വരണം. അത് ലക്ഷ്യമായിട്ടൊക്കെ വച്ചിരിക്കുന്ന കണ്ടാൽ, പൊടിയൊക്കെ പിടിച്ച് കണ്ടാൽ അത് വൃത്തിയാക്കണം, അത് ഭംഗിയിൽ വെക്കണം. പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ തർത്തീബിൽ തന്നെ മുകളിൽ സൂറത്തുൽ ഫാത്തിഹ വരുന്ന നിലക്ക് തന്നെ അത് കൈകാര്യം ചെയ്യണം.
മുസാഫിൻ്റെ ഇടയിൽ പിന്നെ ചിലപ്പോൾ നോട്ടുകൾ വെക്കുക, നോട്ടുകൾ നമ്മുടെ ക്യാഷ് വെക്കുക, അതേപോലെ തന്നെ മറ്റുള്ള കടലാസുകൾ വെക്കുക, മറ്റുള്ള പിക്ചറുകൾ വെക്കുക, അതൊക്കെ മര്യാദകേടാണ്. ഇത്തരം അവസ്ഥകളൊന്നും ഇല്ലാതെ അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അതിൻ്റെ ബഹുമാനത്തോടെ മുസാഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒതോടുകൂടെ മുസാഫ് വലതേ കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് അള്ളാഹുവേ ഈ പരിശുദ്ധമായ നിൻ്റെ കലാമിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ രോഗം മാറ്റണം, എൻ്റെ പ്രയാസം നീക്കണം, എൻ്റെ ഇന്ന കാര്യം നടത്തിത്തരണം എന്നുള്ള നീയത്ത് വച്ചാൽ അത് കുറുക്കിക്കൊള്ളുന്ന നീയത്താണ്. എല്ലാം നടക്കും. അതിൻ്റെ അത്ഭുതകരമായ ഒരു അനുഭവ ചരിത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹു ഖുർആനിൻ്റെ ഖാദിമീങ്ങളിൽ നമ്മളെല്ലാം ചേർത്തി തരട്ടെ. ഖുർആനിൻ്റെ ശഫാഅത്ത് കൊണ്ട് സ്വർഗം അള്ളാഹു നമുക്ക് പുൽകാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്താനുണ്ട്. നമ്മുടെ ശരീരം എന്നെന്നും ആരോഗ്യത്തോടെ നിലനിൽക്കാൻ, രോഗങ്ങളില്ലാതെ ജീവിക്കാൻ, നമുക്കും നമ്മുടെ മക്കൾക്കും നല്ല ബുദ്ധിയും തൻ്റെ ഇടവും നല്ല സാമർഥ്യം ഉണ്ടാകാൻ നിർബന്ധമായും നമ്മൾ ഡെയിലി കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡാണ് ഹണി, തേൻ എന്ന് പറയുന്നത്. അത് അമൃതാണ്, നമുക്കൊക്കെ അറിയാം. അത് ഡെയിലി എല്ലാ ദിവസവും രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് നമ്മൾ കഴിച്ചാൽ, അത് പതിവാക്കിയാൽ ഹോസ്പിറ്റലുമായി എന്നേക്കുമായി ഇവിടെ പറയാം. രോഗങ്ങളില്ലാതെ ജീവിക്കാം, ആരോഗ്യമുണ്ടാക്കാം. ആ ഒരു ശൈലി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നല്ല പ്യൂർ ഹണി, അതായത് പ്രോസസ്സ് ചെയ്യാത്ത, ചൂടാക്കാത്ത, കെമിക്കൽ ആഡ് ചെയ്യാത്ത, 100% വിശ്വസിക്കാൻ പറ്റുന്ന പച്ചയായ തേൻ നമ്മുടെ കരങ്ങളിലേക്ക് എത്താനുള്ള സംവിധാനം കഫാക്ക് ഹണി എന്ന് പറയുന്ന നാച്ചുറൽ ഹണിയുടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് പേർ അറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് തേൻ വരുത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കയറിയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ്സൊക്കെ കൊടുത്താൽ നമ്മുടെ വീടുകളിലേക്ക്, കരങ്ങളിലേക്ക് ഈ കഫാക്ക് ഹണി എന്ന് പറയുന്ന പ്യൂർ തേൻ കിട്ടാൻ കാരണമാകും. മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഈ വിവരം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സ്സൂഅ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സ്സൂഅ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സ്സൂഅ ഇല്ലല്ലാഹ്. داخل الجنة تبشر